First of all, I would like to welcome all the leaders of the UDF who are sitting on the stage with me. I think Kasim ji has taken all their names, so I don't need to take the names again. But I welcome all of them and thank them for being here today. Today, this meeting has been convened for two reasons. One, because during the election campaign, many of you had put in a request that you wanted photographs. So one was so that you can get your photographs, and the other one was mainly because I wanted to thank you from my heart for all the hard work you did during the election. ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാനരായ എൻ്റെ സഹപ്രവർത്തകർ, ബഹുമാനരായ ശ്രീ കാസിം, എല്ലാവരുടെയും പേരെടുത്തുകൊണ്ട് ഞാൻ വീണ്ടും പേരെടുത്ത് പറയേണ്ടതില്ല. എല്ലാവരെയും, അതുപോലെ തന്നെ ഇന്ന് ഈ യോഗത്തിനെത്തിയ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം പ്രധാനമായി രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിളിച്ചു ചേർത്തത്. ഒന്ന്, നിങ്ങൾക്ക് പലർക്കും ഒരു ഫോട്ടോഗ്രാഫ് ആവശ്യമുണ്ട് എന്നുള്ളത് അറിഞ്ഞിരുന്നു. രണ്ടാമത്തേത്, ഈ വിജയത്തിന് പ്രവർത്തിച്ച എല്ലാവരെയും ഒരുമിച്ച് നേരിൽ കണ്ട് അവരോട് നന്ദി പറയണം എന്നുള്ള ആഗ്രഹവും എനിക്കുണ്ടായിരുന്നു. I managed all my brother and my mother's elections in Raebareli and Amethi since 1999. ഞാൻ 1999 മുതൽ റായ്ബറേലിയിലും അമേഠിയിലും എൻ്റെ സഹോദരന്റെയും അമ്മയുടെയും തെരഞ്ഞെടുപ്പുകൾ ഏകോപിപ്പിക്കാറുണ്ട്. And the first time when I was very young, I think I may be 27 years old, I went to manage my mother's election. There was no organization on the ground in Amethi. ഞാൻ അമേഠിയിൽ ആദ്യമായി ചെല്ലുമ്പോൾ ഏകദേശം 27 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ചെല്ലുന്നത് അമ്മയുടെ പ്രചരണത്തിന് വേണ്ടി. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അമേഠിയിൽ യാതൊരു വിധത്തിലുള്ള സംഘടനാ സംവിധാനവും ഉണ്ടായിരുന്നില്ല. There were no booth committees, block committees, booth presidents, block presidents, nothing. ബൂത്ത് കമ്മിറ്റികളോ ബ്ലോക്ക് കമ്മിറ്റികളോ ബൂത്ത് പ്രസിഡന്റുമാരോ ബ്ലോക്ക് പ്രസിഡന്റുമാരോ പോലും ഉണ്ടായിരുന്നില്ല. So we used to campaign the whole day, and then at night we used to sit down with all the workers from every block and make the block committee understand who could manage a booth, who could not. അതുകൊണ്ട് ഞാൻ പ്രചരണ സമയത്ത്, പകൽ സമയത്ത് പ്രചരണം നടത്തും. പക്ഷെ അതിനുശേഷം രാത്രി ഇരുന്നു കൊണ്ട് സംഘടനയിൽ ബൂത്ത് പ്രസിഡന്റുമാരെയും ബ്ലോക്ക് പ്രസിഡന്റുമാരെയും ആരാണ് ബൂത്തുകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുക എന്നുള്ള തലത്തിൽ അതിന്റെ ഏകോപനവും കൂടി രാത്രി കാലങ്ങളിൽ നടത്തേണ്ടിയിരുന്നു. And although that was my first experience of managing an election, it laid the foundation of how I understood elections work. അത് എന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനമായിരുന്നെങ്കിൽ എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ സംഘടനാ സംവിധാനം എത്രമാത്രം പ്രാധാന്യമാണെന്നുള്ളത് എനിക്ക് പഠിപ്പിച്ചു തന്നതാണ്. I understood how fundamental it is to know and to understand that the booth committee, the booth workers are the backbone of the election. എനിക്ക് ഏറ്റവും അടിസ്ഥാനപരമായി ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തിൽ ഒരു നട്ടെല്ല് പോലെ എങ്ങനെയാണ് ബൂത്ത് കമ്മിറ്റികളും ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരും പ്രാധാന്യം അറിയിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി തന്നതാണ്. So I know that if I got a good margin in this election, it is thanks to all of you.